ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, വലിയ നോമ്പിൻ്റെ പരിശുദ്ധ ദിനങ്ങൾ നാം കടന്നു പോവുകയാണ്. നമ്മുടെ ഇഷ്ടങ്ങളെ വേണ്ടെന്ന് വെച്ചും കൂടുതൽ പ്രാർത്ഥിച്ചും ചെറിയ ത്യാഗങ്ങൾ അനുഷ്ഠിച്ചും ഈശോയുടെ പെസഹ രഹസ്യങ്ങളിലേക്ക് നാം ഒരുങ്ങുകയാണ്. നോമ്പുകാലം നോമ്പെടുത്ത് അൻപുള്ളവരാകാനുള്ള സമയമാണ്. ത്യാഗത്തിൻ്റെ വഴികളിലൂടെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിച്ചേരാനുള്ള സമയമാണ്. കുരിശിലെ മഹാത്യാഗം അതുതന്നെയാണ് നമ്മെ കാണിച്ചു തരുന്നത്. നമ്മുടെ കുറവുകളെയും പാപങ്ങളെയും കുറിച്ച് അനുതപിച്ച് നന്മയിലേക്ക് തിരിച്ചു വരാനുള്ള ദിനങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ നമ്മിലേക്ക് തന്നെ നോക്കാനും അനുരഞ്ജനത്തിലൂടെ ഈശോയിൽ രൂപാന്തരപ്പെടാനും നമുക്ക് പരിശ്രമിക്കാം. അങ്ങനെ ദൈവികമായ സ്നേഹത്താൽ നാം നിറയപ്പെടും. വിശുദ്ധ പത്രോസ് ശ്ലീഹായുടെ 1-ാം ലേഖനം 4-ാം അധ്യായം 8-ാം വാക്യം നമുക്കോർക്കാം. സർവോപരി നിങ്ങൾക്ക് ഗാഢമായ പരസ്പര സ്നേഹം ഉണ്ടായിരിക്കട്ടെ. കാരണം സ്നേഹം നിരവധി പാപങ്ങളെ മറയ്ക്കുന്നു. തന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈശോ നൽകുന്ന സമ്മാനം കുരിശാണ്. അനുദിന ജീവിതത്തിലെ ചെറിയ ചെറിയ സഹനങ്ങൾ സന്തോഷപൂർവ്വം ഏറ്റെടുക്കാനും മറ്റുള്ളവർക്ക് മാതൃകയാകാനും നമുക്ക് പരിശ്രമിക്കാം. പ്രിയമുള്ളവരെ, കൂടുതൽ തീക്ഷ്ണതയോടെ ഈശോയെ സ്നേഹിക്കാനും നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കാനും നമുക്ക് പരിശ്രമിക്കാം. അങ്ങനെ മിശിഹായുടെ പരിമളം പേർന്നവരാകാം. നന്ദി.